ഹായ് ഗായ്സ്, വെൽക്കം ടു മിപ്പിൾ മലയാളി വ്ളോഗ്സ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ കാനഡയിൽ വന്നതിന് ശേഷം ജോലി കിട്ടാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 10 ഇന്റർവ്യൂ ടിപ്സ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ദി കമ്പനി. ഇപ്പം നമ്മൾ ഏതൊരു കമ്പനിയിലാണോ ഇന്റർവ്യൂവിന് പോകുന്നത്, നമ്മൾ ആ ഇന്റർവ്യൂവിന് മുന്നേ തന്നെ ആ കമ്പനിയെ പറ്റി നല്ലപോലെ റിസർച്ച് ചെയ്യുക. ഇപ്പം ഞാനൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് എക്സാമ്പിൾസ് ആയിരിക്കും. ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ ആ കമ്പനി ചെയ്യുന്ന പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? എന്താ മൈനിങ് പ്രൊജക്റ്റ് ആവാം, അല്ലെ ന്യൂക്ലിയർ പ്രൊജക്റ്റ് ആവാം, അല്ലെ ട്രാൻസ്പോർട്ടേഷൻ പ്രൊജക്റ്റ് ആവാം. അങ്ങനെ ഏത് തരം പ്രൊജക്റ്റ് ആണ് ആ കമ്പനി ചെയ്യുന്നത്? പിന്നെ അതുപോലെ തന്നെ ആ കമ്പനിയുടെ കോർ വാല്യൂസ് എന്തൊക്കെയാണ്? ഇപ്പൊ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സേഫ്റ്റിക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്? അപ്പൊ ഇന്റർവ്യൂവിന്റെ സമയത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളും സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ബേസിക് ആയിട്ട് പിന്നെ കമ്പനിയെ പറ്റി എന്തെങ്കിലും റീസെന്റ് ന്യൂസുകളുണ്ടോ, അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എന്തെങ്കിലും റീസെന്റ് അപ്ഡേറ്റ്സും ഒക്കെ നമ്മൾ ആ ഒരു കമ്പനിയെ പറ്റി ഇന്റർവ്യൂവിന് മുന്നേ തന്നെ നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ യുവർ റെസ്യൂം വെരി വെൽ. ഇപ്പൊ നമ്മളുടെ റെസ്യൂമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ പാസ്റ്റിലുണ്ടായിരുന്ന ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അത് ഏത് തരം പ്രൊജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ഓരോ കമ്പനിയിലും ചെയ്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ സ്കിൽ എന്താണ്, നമ്മൾ ഏതൊക്കെ തരം സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ റെസ്യൂമിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം. മിക്ക ഇന്റർവ്യൂസിനും ഇന്റർവ്യൂവർ നമ്മുടെ റെസ്യൂമിൽ തന്നെ ആയിരിക്കും, നമ്മുടെ പാസ്റ്റിലെ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റിയെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ അതിന് എന്ത് ആൻസർ പറയുന്നു അതിന്റെ ഫോളോ അപ്പ് ആയിട്ടായിരിക്കും അവർ പിന്നെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈവൻ നമുക്ക് അറിയാത്തൊരു ഷുവർ അല്ലാത്തൊരു കാര്യത്തെ പറ്റി അവർ ചോദിച്ചാൽ പോലും നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ആൻസർ പറയാൻ ശ്രമിക്കണം. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ആൻസർ പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് തോന്നും ഓക്കെ അവർ പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ അവർക്കും നമ്മൾ വർക്ക് ചെയ്ത പ്രൊജക്റ്റാണ്, അപ്പൊ അവർക്ക് അതിനെപ്പറ്റി ഡീപ്പായിട്ട് അറിയണമെന്നില്ല. നമ്മൾ വേറൊരു രാജ്യത്തായിരിക്കും വർക്ക് ചെയ്ത ആ പ്രൊജക്ട്, അവരങ്ങനെ ഒരു കമ്പനി കേട്ടിട്ടേ ഉണ്ടാവില്ല, അങ്ങനെ പ്രൊജക്റ്റ് അവർക്ക് അറിയുകയും ഉണ്ടാവില്ല. അപ്പൊ നമ്മളത് കോൺഫിഡന്റ് ആയിട്ട് അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്താൽ അവരത് അതുപോലെ അങ്ങ് വിശ്വസിച്ചോളും. അപ്പം അതേസമയം നമ്മൾ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ നമ്മളിങ്ങനെ ഇങ്ങനെയാണോ അങ്ങനെയാണോ അങ്ങനെയൊക്കെ ഒരു ഇതിലായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ പറയുകയാണെങ്കിൽ ആ കേൾക്കുന്ന ആൾക്കും തോന്നും ഓക്കെ ഇത് കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല എന്ന് വിചാരിച്ച് അവർ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്യൂമിൽ നിങ്ങൾ എന്തൊക്കെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നല്ല പോലെ മനസ്സിലാക്കണം. അതിനെപ്പറ്റി ഉറപ്പായിട്ടും തിരിച്ചും മറിച്ചും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള പ്രൊജക്ട്, ഓരോ പ്രൊജക്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് കോമൺ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ എല്ലാ ഇന്റർവ്യൂവിലും കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഇപ്പൊ എന്താണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് പ്രിപ്പയർ ചെയ്തിരിക്കണം. അതുപോലെ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, പിന്നെ നിങ്ങൾ ഈ ഒരു റോളിന് ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തു, ഒരു 5 ഇയേഴ്സിൽ നിങ്ങളെ എവിടെയാണ് കാണുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 5 വർഷം കഴിയുമ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്ട് മാനേജർ ആയിട്ടാണ് ഞാൻ ഇമാജിൻ ചെയ്യുന്നത്, അല്ലെ അതാണ് എൻ്റെ ഒരു ഗോള്. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കോമൺ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്തിരിക്കണം. ഇന്നിപ്പോ നമുക്കാണെങ്കിൽ ChatGPT ഉണ്ട്, കോപ്പൈലറ്റ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, അങ്ങനെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ജസ്റ്റ് ഇപ്പൊ ChatGPT-യിലാണെങ്കിൽ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി, ഓക്കെ ഞാൻ ഇന്ന റോളിന് ഇന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഞാൻ ഇന്ന റോളിന് വേണ്ടി ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാണ്, ഒരു കുറച്ചുള്ള ഒരു ബിഹേവിയറൽ ഒരു കോമൺ ക്വസ്റ്റ്യൻസ് എന്നോട് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT എന്താണ് ക്വസ്റ്റ്യനും പറയും എന്നിട്ട് ആൻസറും പറയും. നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് അതേപോലെ കാണാൻ പഠിച്ചു വെക്കല്. നമ്മൾ ആ ഒരു ആൻസർ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണ് നമ്മുടേതായ രീതിയിൽ നമ്മളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആ ആൻസർ മാറ്റി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം ഇന്റർവ്യൂവിന്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് റിയൽ എക്സാമ്പിൾസ്. അതായത് നമ്മളിപ്പം ഇന്റർവ്യൂർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മുടെ പാസ്റ്റ് പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്ന ഓരോ ഇൻസിഡൻസ് ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ള റിയൽ ഇൻസിഡൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കണം. അപ്പൊ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്റ്റാർ മെത്തേഡ്. സ്റ്റാർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട്. ഇപ്പൊ ഞാനിപ്പം ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ ഇപ്പം പറയാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ഞാനിപ്പം പറയാൻ പോകുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇപ്പൊ എന്നോടൊരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പൊ ഞാൻ അവിടെ പാസ്റ്റ് എനിക്കുണ്ടായ ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ആ സിറ്റുവേഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഡ്രെയിനേജ് ഡിപ്പാർട്ട്മെന്റിലാണ്.
അപ്പൊ ഡ്രെയിനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള പൈപ്പ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ നമ്മുടെ കുടിവെള്ളത്തിന്റെ വാട്ടർ മെയിന്റെ പൈപ്പ്, അല്ലെങ്കിൽ സാനിറ്ററി പൈപ്പ്, സ്റ്റോം പൈപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് ഈ ഡ്രെയിനേജ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ എനിക്ക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വാട്ടർ മെയിൻ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ എന്റെ ക്രൂ അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഡ്രോയിങ്ങിൽ കണ്ടത് അവിടെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു ഗ്യാസ് ലൈൻ പോകുന്നുണ്ടെന്ന്. പക്ഷെ ഡ്രോയിങ്ങിൽ ആ ഗ്യാസ് ലൈന് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പൊ അതാണ് സിറ്റുവേഷൻ. അടുത്ത ടാസ്ക് എന്താണ്, ഞാൻ ചെയ്ത ടാസ്ക് എന്താ, എന്റെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കപ്പം എന്താണ്, എന്റെ ക്രൂ ആ വാട്ടർ മെയിൻ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷെ ആ ഗ്യാസ് ലൈന് ഹിറ്റ് ചെയ്യാതെ, അതായത് ആ ഗ്യാസ് ലൈന് ഡാമേജ് ഒന്നും വരുത്താതെ, ഒരു സേഫ്റ്റി ഇൻസിഡന്റ് ഉണ്ടാക്കാതെ വേണം അവർക്ക് എക്സ്കവേറ്റ് ചെയ്തിട്ട് ആ വാട്ടർ മെയിൻ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് ടാസ്ക്. അടുത്ത ആക്ഷൻ എന്താണ്, ഞാൻ അതിനുവേണ്ടി എന്താണ് ആക്ഷൻ എടുത്തത് എന്താണ്, ഞാൻ എന്റെ യൂട്ടിലിറ്റി ലൊക്കേറ്റഡ് ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ വാട്ടർ മെയിൻ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, പക്ഷെ ഇവിടെ ഒരു ഗ്യാസ് ലൈൻ പോകുന്നതായിട്ട് യൂട്ടിലിറ്റി ഡ്രോയിങ്ങിൽ കാണിക്കുന്നുണ്ട്, അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാവുന്നു. അപ്പൊ എന്താണ്, യൂട്ടിലിറ്റി ലൊക്കേറ്റർ സൈറ്റിൽ വരും. അപ്പൊ അവർ അവരുടെ എക്യുപ്മെന്റ് വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും ഗ്യാസ് ലൈൻ എവിടെ കൂടിയാ പോകുന്നതെന്ന്. അപ്പൊ അത് എവിടെ കൂടിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ എന്താണ് പെയിന്റ് ചെയ്ത് വെക്കും. അപ്പൊ പെയിന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഗ്യാസ് എവിടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇതിന്റെ ആ ലൊക്കേഷൻ നമുക്കറിയാം. അപ്പൊ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഗ്യാസ് ലൈനിന്റെ ലൊക്കേഷന് ക്ലോസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അവിടെ എന്താണ് എക്സ്കവേറ്റർ മെഷീൻ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഹാൻഡ് ഡിഗ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അതിനൊക്കെ കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഉണ്ട് ചിലപ്പോൾ നമ്മുടെ വാട്ടർ മെയിൻ പൈപ്പ് എങ്കിൽ നമുക്ക് കെയർഫുൾ ആയിട്ട് എക്സ്കവേറ്റർ യൂസ് ചെയ്ത് തന്നെ നമുക്ക് എക്സ്കവേറ്റ് ചെയ്യാം. അതാണ് നമ്മൾ എന്താണ് ഒരു ആക്ഷൻ സംഭവിച്ചത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള റിസൾട്ട് എന്താണ് ഉണ്ടായത്, എന്റെ ക്രൂവിന് സേഫ് ആയിട്ട് വാട്ടർ മെയിൻ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റി, ആ ഗ്യാസ് ലൈന് ഡാമേജ് ചെയ്യാതെ. അപ്പൊ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പം ഞാൻ ഒരു സിറ്റുവേഷൻ പറഞ്ഞു, ഞാൻ അവരുടെ ആക്ഷൻ പറഞ്ഞു, ആ ആക്ഷന് വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്, അതുകൊണ്ടുണ്ടായ റിസൾട്ട് എന്താണ്, എല്ലാം ക്ലിയർ ആയിരുന്നു. ആ കേൾക്കുന്ന ആൾക്ക് എല്ലാം നല്ലപോലെ മനസ്സിലാകും, അതുപോലെ ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഇങ്ങനെ പറയുമ്പോൾ. അപ്പൊ ഇൻസ്റ്റന്റ് നമ്മൾ ജസ്റ്റ് ഒരു ആൻസർ പറയുന്നതിന് പകരം നമ്മുടെ റിയൽ ലൈഫുമായിട്ട് പാസ്റ്റ് പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്ന ഇൻസിഡന്റ് ഒക്കെ കണക്ട് ചെയ്ത് ഈ ഒരു സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ പറയാനായിട്ട് നോക്കണം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലൈറ്റ് യുവർ അച്ചീവ്മെന്റ്സ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പാസ്റ്റ് പ്രോജക്റ്റിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെന്റ്സ് കാണുമല്ലോ. അപ്പം ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഇൻവോയ്സ് ചെക്ക് ചെയ്തപ്പോൾ നമ്മളൊരു കമ്പനി സബ്മിറ്റ് ചെയ്ത ഇൻവോയ്സും നമ്മൾ സൈറ്റിൽ നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്ത ക്വാണ്ടിറ്റി ആയിട്ട് മിസ്മാച്ച് ആയിരുന്നു. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിച്ച കാരണം കമ്പനിക്ക് ഒരു $4,000 സേവ് ആയി. അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു സ്പ്രെഡ്ഷീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് കാരണം നമുക്ക് നല്ലപോലെ ഇപ്പൊ റെന്റൽ ഐറ്റംസ് എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പാസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് കാരണം ടൈം സേവ് ആയി അല്ലെങ്കിൽ കോസ്റ്റ് സേവ് ആയി, അങ്ങനെയൊക്കെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ ഈവൻ അവർ ചോദിച്ചില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പാസ്റ്റ് പ്രോജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് സംസാരിക്കാനായിട്ട്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് പ്രൊഫഷണലി. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡ്രസ്സ് വേണം ഇടാനായിട്ട്. ഈവൻ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ പോലും നമ്മൾ ഉറപ്പായിട്ടും ഒരു പ്രൊഫഷണൽ ഡ്രസ്സ് വേണം ഇടാൻ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇന്റർവ്യൂവിന് ഒരു 10 മിനിറ്റ്സ് നേരത്തെ എത്താനായിട്ട് നോക്കണം. ഒരു കാരണവശാലും നമ്മൾ ലേറ്റ് ആയിട്ട് ഇന്റർവ്യൂവിന് ചെല്ലരുത്. നമുക്കറിയാമല്ലോ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. പറഞ്ഞു കഴിഞ്ഞാൽ ബി കോൺഫിഡൻറ്റ് ആൻഡ് സൗണ്ട് നാച്ചുറൽ. അതായത് നമ്മൾ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പം ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുമ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈവൻ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു, നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മുടെ പാസ്റ്റ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് പ്രോജക്റ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പം ആ ഇന്റർവ്യൂവിന് ഒരു ഐഡിയയും കാണില്ല. നമ്മളുടെ ആൻസർ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഇന്റർവ്യൂർ അത് വെച്ച് സാറ്റിസ്ഫൈഡ് ആവും. അതേസമയം നമ്മളൊരു കോൺഫിഡൻസ് ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഒരു സംശയമായിരിക്കും അത് കറക്റ്റ് ആണെന്ന്. അപ്പോൾ അവർ കൂടുതൽ അതിനെപ്പറ്റി ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ChatGPT ഒക്കെ യൂസ് ചെയ്താലും അതേപോലെ ആൻസർ ബൈ ഹാർട്ട് ചെയ്ത് വെക്കല്ലേ. നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഈവൻ കോമൺ ക്വസ്റ്റ്യൻസിന് വരെ നമ്മൾ ആൻസർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അങ്ങനെ നാച്ചുറൽ ആയിട്ട് സംസാരിക്കുക, അതുപോലെ നല്ലൊരു ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് വേണം ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ. ഇപ്പോൾ ചില ആൾക്കാർ കാണും കൈയൊക്കെ ഇങ്ങനെ ഷേക്ക് ആവും. അങ്ങനെയുള്ള ഒരു ടേബിളിൽ കൈയൊന്നും എടുത്ത് വെക്കല്, നമ്മുടെ മടിയിൽ കൈ വെക്കുക. അതുപോലെ തന്നെ ഇന്റർവ്യൂവറായിട്ട് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇന്റർവ്യൂവിന്റെ സമയത്ത്. അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് സംസാരിച്ചാൽ മതി. പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ക് തോട്ട്ഫുൾ ക്വസ്റ്റ്യൻസ്.
ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എന്താണ് പറയുന്നത്, ഒരു പ്രൊജക്ട് എഞ്ചിനീയർ റോളിനാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതെന്ന് വെച്ചോ. അപ്പം നമ്മൾ ആ ഒരു പ്രൊജക്ട് എഞ്ചിനീയർ റോള് റിലേറ്റഡ് നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് നിങ്ങൾ നേരത്തെ ഒന്ന് റിസർച്ച് ചെയ്ത് വെക്കണം. ഇപ്പം എന്താണ് ഇപ്പം ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് എഞ്ചിനീയർ റോളിൽ സക്സസ് ആവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ഒരു ചോദ്യം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമ്മൾ ഏതൊരു റോളിനാണോ നമ്മൾ നോക്കുന്നത് അത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇൻ്റർവ്യൂ കഴിയുമ്പം എന്താണ് ഇൻ്റർവ്യൂവർ നമ്മളോട് ചോദിക്കും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ എന്ന്. ആ സമയത്ത് നമ്മൾ നല്ലൊരു ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോ എന്തൂസിയാസം. നമ്മൾ ഇൻ്റർവ്യൂ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ചുമ്മാതെ ഇങ്ങനെ ഇരുന്ന് ആൻസർ പറയില്ല. അതേസമയം നമ്മൾ ആ റോളിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്, നമ്മൾ ആ ഒരു റോളിൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു ഭാഗമാകാൻ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നോ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ആൻസറിൽ വേണം. നമ്മൾ ചുമ്മാതെ ഇങ്ങനെ എന്താണ് ചോദിക്കുന്നതിന് ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിൽ പറയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയണം. എന്നാലും ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറയില്ല ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെ പറഞ്ഞതിന് പകരം ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ഒരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടും, അയാൾക്കും ഒരു കോൺഫിഡൻസ് തോന്നും നമ്മളെ ഹയർ ചെയ്യാൻ. കാരണം നമ്മൾ അത്രമാത്രം എന്താണ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, മോട്ടിവേറ്റഡ് ആണ്, എക്സൈറ്റഡ് ആണ് ആ കമ്പനിയിൽ ആ റോളിൽ ജോയിൻ ചെയ്യാനെന്ന് അത് ഇൻ്റർവ്യൂവിന് തോന്നണം. അത് നമ്മളെ പോസിറ്റീവായിട്ട് ബാധിക്കും. ലാസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ താങ്ക് യു ആൻഡ് എ ഫോളോ അപ്പ് ഇമെയിൽ. അതായത് നമുക്ക് ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു താങ്ക് യു ഇമെയിലിന് അയക്കാം. അതായത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയക്കാം. അതുപോലെ 1 or 2 വീക്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് HR ഒരു ഫോളോ അപ്പ് ഇമെയിൽ അയച്ച് ചോദിക്കാം നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് എന്തായെന്നുള്ളത്. ഇതൊക്കെയാണ് ഞാൻ കാനഡയിൽ വന്നപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 10 ഇൻ്റർവ്യൂ ടിപ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.